നിക്കടി ഇവിടെ. എങ്ങോട്ട് പോകുന്നു? എങ്ങോട്ടും പോകുന്നില്ല, ഇങ്ങോട്ട് തന്നെ വന്ന്. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? അപ്പഴിനെ കാണാൻ. എന്തിനാ എന്നെ കാണുന്നത്? അതപ്പഴിനെ അറിയത്തില്ലേ? എന്നിട്ടാണോ സുമതി കുഞ്ഞമ്മയുടെ മോൻ അശോക മേനവന് മാറ്റി നിനക്കൊരു ഇത്? കബഡി മത്സരത്തിൽ അവൻ എങ്ങനെയോ ജയിച്ചെന്ന് കണ്ടപ്പോ നീ ഇവിടെ കിടന്ന് ഉറഞ്ഞു തുള്ളുന്നുണ്ടല്ലോ. ജയിക്കുന്നവരാരായാലും ഒരു അഭിനന്ദിക്കുന്നതിൽ എന്താ തെറ്റ്? അന്യനൊന്നും അല്ലല്ലോ, അതും എന്റെ അമ്മായിയുടെ മോൻ തന്നെയല്ലേ. അത്രയ്ക്കും ഇഷ്ടമാണെങ്കിൽ നിനക്ക് അവനെ തന്നെ കെട്ടിയാ പോരെ? ഇഷ്ടമുള്ളവരൊക്കെ എല്ലാരും കെട്ടല്ലേ? നിങ്ങൾ നേരെ നോക്കിയാ കീരിയും പമ്പും പോലാണല്ലോ. നീ എന്തിനാ രമേന്തി അവനെ ദേഷ്യം പിടിപ്പിക്കുന്നേ? തോക്കുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും അപ്പൂട്ടന്റെ മുഖം കാണാൻ നല്ല ചേല അമ്മായി. അശോകന്റെ തോറ്റ മോത്തിന്റെ ശൈലി നീ കണ്ടിട്ടുണ്ടോ? അതിന് അപ്പൂട്ടന്റെ ഒരു അവസരം തരുന്നില്ലല്ലോ. എന്നാ കാവിലെ പാട്ട് മത്സരത്തിന് നീ വാ, അവന്റെ തോറ്റ മോന്തയുടെ ക്ലോസപ്പ് കാണാം. ചുമ്മാ തങ്ങിയെന്ന് തോറ്റാ പോരെ, അതിന് ഈ വീരവാദം വേണോ? ചുമ്മാ തങ്ങിയെന്ന് തോറ്റാ പോരേന്ന്. നീ അവനെ അങ്ങനെ അങ്ങ് മോശക്കാരനാക്കാൻ പറ്റും വേണ്ട. മനസ്സിലെത്തി പാടാമെങ്കിൽ പുഷ്പം പോലെ ജയിക്കാവുന്നതേ ഉള്ളൂ, അല്ലേ മോനെ? അപ്പൂട്ടാ, അപ്പൂട്ടിനോട് സ്നേഹം ഉള്ളോണ്ട് പറയാ, കാവിലെ മത്സരത്തിലെങ്കിലും അശോകേട്ടനെ തോപ്പിച്ചോണം. അതിലും തോറ്റിട്ട് അടുത്ത മത്സരത്തിൽ എടുത്തോളാന്ന് പറയാൻ ഈ വർഷം വേറെ മത്സരങ്ങളൊന്നും ഇല്ല. അടുത്ത വർഷം ഉണ്ടല്ലോ. ഈ വർഷത്തോടെ മത്സരങ്ങളൊക്കെ നിർത്തണമെന്നാ കരക്കാര് തീരുമാനിച്ചിരിക്കുന്നത്. എന്റെ ദൈവങ്ങളെ, മത്സരങ്ങൾ നിർത്തിയോ? അയ്യോ ഏട്ടാ, കുട്ടിമാമയുടെ മോളെ കണ്ടിട്ടുണ്ടോ? ഒരിക്കൽ ചെറുപ്പത്തില് മുത്തച്ഛന്റെ ഷഷ്ടിപൂർത്തിക്ക് വന്നപ്പോ. ഇപ്പൊ നല്ല ശേലാത്ര കാണാൻ. ആര് പറഞ്ഞു? അമ്മ. അതിന് അമ്മ ഇപ്പൊ അടുത്ത കാലത്തൊന്നും അവളെ കണ്ടിട്ടില്ലല്ലോ. അല്ല, നേപ്പാളിന്ന് വന്ന ആരോ പറഞ്ഞതത്രേ. അത്ര സുന്ദരി അവനൊന്നും വഴിയില്ല. അമ്മായി നേപ്പാളിയല്ലേ, മൂക്കൊക്കെ ചപ്പി ഒരുമാതിരി ഇരിക്കും. അയ്യോ അല്ല, അശ്വതി ചേച്ചിക്ക് മുത്തശ്ശിയുടെ ചായ. ഏട്ടൻ അങ്ങോട്ടല്ലേ പോണത്, അപ്പൊ അശ്വതി ചേച്ചിയെ കാണാലോ. അതിനാര് പോകുന്നു നേപ്പാളിലേക്ക്? ഞാനെങ്ങും പോകുന്നില്ല. പോന്നില്ലെങ്കിൽ വേണ്ട, എന്റെ ഏട്ടത്തിയുമായിട്ട് വരണ്ടതാ. ഏട്ടന്റെ ഇഷ്ടമില്ലെങ്കിൽ വല്ല ഗൂർക്കയും കെട്ടിക്കൊണ്ട് പോകും. നീ പൊടി അവിടുന്ന്. വേണ്ടെങ്കിൽ വേണ്ട. അത്ര സുന്ദരിയായിരിക്കോ? അങ്ങനെയാണെങ്കിൽ ഗൂർഖകൾ കെട്ടേണ്ട കാര്യമല്ലല്ലോ ഞാനിവിടെ ഉള്ളപ്പോ. വെള്ളത്തി വീണേ, വെള്ളത്തി വീണേ, വെള്ളത്തി വീണേ, വെള്ളത്തി വീണേ. എന്താ അയ്യോ ചേട്ടാ, ആര് ആര് വെള്ളത്തിൽ വീഴുന്നു? വിക്രു വെള്ളത്തി വീണു. നിന്റെ ഒരു വിക്രു നീയും വന്നോട് ഉറങ്ങാൻ നോക്ക്. എന്റെ മോൻ പേടിച്ചു പോയിരിക്കും. നീ സമാധാനായിട്ട് കിടന്ന് ഉറങ്ങുവാനേ. അവൻ ഒരു ദിവസം വെള്ളത്തിൽ പൊക്കിയിട്ടുണ്ടെന്ന് വിചാരിച്ചിരിക്കായിരുന്നു ഞാൻ. കൊച്ചു വായില് വലിയ വർത്താനം കേട്ട് ആരും തള്ളിയിട്ട് പോകും. എന്താ? നിനക്ക് വല്ലതും തോന്നിയോ? എനിക്കൊന്നും തോന്നിയില്ല. അശോകേട്ടൻ പറ, എന്നെ പിടിക്കാൻ വന്നാലേ ശരിക്കും കണ്ടോ? എടാ കണ്ടു, ഇവിടുള്ള ആളൊന്നുമല്ല. ഇനി നീ ഒറ്റയ്ക്ക് ഈ കുളത്തിലൊന്നും കുളിക്കാൻ വരണ്ട. വെളുപ്പാങ്കാലത്ത് കാണുന്ന സ്വപ്നം ഫലിക്കുമെന്ന് മുത്തശ്ശി പറയാറുണ്ടായിരുന്നു. അശോകേട്ടൻ കണ്ട സ്വപ്നം ബ്ലാക്ക് ആൻഡ് വൈറ്റോ കളറോ? എന്തിനാടാ വെള്ളത്തിൽ കിടന്ന് ഇങ്ങനെ അമർന്ന്? കാവിലെ പാട്ട് മത്സരത്തിന് പഠിക്കുക, കുറച്ച് സായത് തുടങ്ങിയിട്ട്. ഓ അത് ശരി. എടാ ഏതായാലും നീ തോക്കും. അതിന്റെ കൂടെ ഈ വെള്ളത്തിൽ കിടന്ന് വല്ല അസുഖം വരുത്തി വെക്കണം അപ്പുക്കുട്ടാ. തോക്കുമ്പോ ഏത് വലിയവനും ഒന്ന് വേർക്കും. ആ വീർപ്പ് തലേ തങ്ങി പനി പിടിച്ച് മൂലെ ഒതുങ്ങാൻ പോണോ നീയാ? ആയുർവേദം വേണോ, അലോപ്പതി വേണോ, ഹോമിയോപ്പതി വേണോ എന്ന് നീ തന്നെ തീരുമാനിച്ച് വെച്ചോ. നീ ഗവൺമെന്റ് ആശുപത്രി കേസ് കിട്ടാണ്ട. നല്ല ശബ്ദം, നല്ല ശബ്ദം. നിനക്ക് ജോലിയൊന്നും കിട്ടിയില്ലേലും ഇതുകൊണ്ട് ജീവിക്കാം. അത് തൈപ്പറമ്പുകാരൻ ഇപ്പോഴാണോ മനസ്സിലായത്? നിനക്കൊരു ചാൻസ് ഉണ്ട്, വേണ? സിനിമയെ പാടാനായിരിക്കും. അല്ല, ഞങ്ങളുടെ പാടത്ത് പശുവിനെ ഓടിക്കാൻ. ആരുടെ പാട്ട് കേട്ടാണ് പശു ഓടുന്നത്? നാളെ കാവിലെ പാട്ട് മത്സരത്തിന് കാണാം. കാണാം. ഇവിടെ അവിടെ നീരുണ്ടല്ലേ? ഒറ്റ വീക്ക് വെച്ച് തന്നാണ്ടല്ലോ. ഇതൊക്കെ നിനക്ക് അവനെ വിളിച്ച് ചോദിച്ചൂടെ? അങ്ങോട്ട് ചെന്നാ മതി. പാട്ട് മത്സരത്തിൽ തോറ്റതിന്റെ ദേഷ്യത്തിൽ ഇരിക്കുമ്പം ആർട്സ് ക്ലബ് ഉദ്ഘാടനത്തിന് പൂ വേണമെന്ന് പറഞ്ഞോട്ട് ചെന്നാലേ ആ കീരി എന്നെ കടിച്ച് തിന്നും. അവനെ ഇടിച്ചു താഴ്ത്തിയുള്ള നിന്റെ സംസാരം അല്പം കൂടുന്നുണ്ട്. എന്നായാലും അപ്പുകുട്ടിനെ അനുസരിക്കേണ്ട പെണ്ണാ നീ, അത് മറക്കണ്ട. കല്യാണം കഴിയുമ്പോ അനുസരിച്ചാ പോരെ? ഇപ്പഴേ അടിമ വേണ്ട കാര്യമൊന്നുമില്ലല്ലോ. മുൻശുണ്ടിയും
കുറച്ച് അസൂയയും നല്ല വിവരക്കേടും ഉണ്ടെന്നേ ഉള്ളൂ. അവൻ പാവാ. ഓരോ കാര്യത്തിലും നീ എന്നെ വിളിക്കുന്നതല്ല അവന് ദേഷ്യം. അശോകേട്ടന് വയ്യെങ്കിൽ ഇത് പറഞ്ഞാ മതി. എന്റെ സ്വഭാവം മാറ്റാനൊന്നും നോക്കണ്ട, ഞാൻ പറഞ്ഞു. എന്നാ പറിച്ചോ. ഒരു ഉപദേശി. അശോക എടാ അപ്പുകുട്ടാ, ഇതങ്ങനെ വിട്ടുകൊടുക്കാവുന്ന കാര്യമല്ല. അപ്പൂട്ടൻ കെട്ടാൻ പോകുന്ന പെണ്ണാണെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ അവന് വൃത്തികേട് കാണിച്ചത്. എല്ലാ മത്സരങ്ങളും ദയനീയമായി പരാജയപ്പെടുത്തി ക്ഷമിക്കാം. ജീവിതത്തിലും തോൽപ്പിക്കാൻ തുടങ്ങിയാൽ അപ്പുകുട്ടന്റെ ജീവിതം തൊലച്ചിട്ടേ നേപ്പാളിലോട്ട് കടക്കാനുള്ള പ്ലാനാ. അവിടെ ഉണ്ടല്ലോ ഒരു മുറപ്പെണ്ണ്. ഇല്ല, അവൻ പോകില്ല. ഫ്ലൈറ്റിൽ കയറാനുള്ള ശേഷി ഉണ്ടെങ്കിലേ അവൻ പോകൂ. അവൻ പോവില്ല. എടാ അപ്പൊ ഇവിടെ നീ എന്ത് പിടിച്ചില്ലേ? നീ എന്നെ ഒതുക്കിയിട്ട് നാട് വിടാൻ തീരുമാനിച്ചു അല്ലേ? പോകുന്നതിന് മുമ്പ് നിനക്ക് എന്റെ വകയായിട്ടൊരു ചെറിയ പാരിതോഷികം തരാം. എന്റെ സൈക്കിൾ പോടാ. എടാ ശില്പ, അടിച്ചവന്റെ 2 കാലുകൾ ഓടിക്കടാ. നിന്നെ ഞാൻ എന്നെ പിടിച്ചോ. എന്നെ പിടിച്ച്. അയ്യോ, അയ്യോ. ഇതാണ് മമ്മൂട്ടി വടക്കൻ വീരത അത് കാണിച്ചത്. വടക്കൻ. തെക്കൻ കാണിക്കേ. ഇത് തെക്കൻ. എന്റെ കാശ് പോയോ? അയ്യോ. അയ്യോ. അടി അടി. ഓടിക്കോടാ. ഞാനല്ല, അവരെ തന്നെ അടിച്ചത്. അത് അവിടെ ചെന്ന് തീരുമാനിക്കാം. അല്ല, അവിടെ ചെന്നിട്ട് തീരുമാനിക്കാം. അല്ല, അത് അവിടെ ചെന്നിട്ട് തീരുമാനിക്കാന്നല്ലേ പറഞ്ഞോളൂ.